അടുത്തിടെയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന വാർത്തകളിലൊന്നാണ് മ്യാൻമറിലെ അരൈക്കാൻ ആർമിയുടെ മുന്നേറ്റം. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മൌഡ്ഗോ സംസ്ഥാനത്തിന്റെ നിയന്ത്രണം അരൈക്കാൻ ആർമി പിടിച്ചെടുത്തതോടെയാണ് അവർ വാർത്തകളിൽ നിറഞ്ഞത്. ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ളതും രാജ്യാന്തര ശ്രദ്ധ നേടിയതുമായ സെന്റ് മാർട്ടിൻ ദ്വീപിന് അടുത്തുവരെ അരൈക്കാൻ ആർമി എത്തി. അരൈക്കാൻ ആർമിയുടെ വിജയവും അതുണ്ടാക്കുന്ന ഭൌമരാഷ്ട്രീയ മാറ്റങ്ങളും എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് മേഖല. യുഎസിനും ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഏറെ നിർണായകമാണ് അരൈക്കാൻ ആർമിയുടെ മുന്നേറ്റം. 75 വർഷത്തെ ചരിത്രത്തിൽ ഭൂരിഭാഗവും കാലവും മ്യാൻമാർ ഭരിച്ചത് സൈന്യമായിരുന്നു. ഇതിനിടെ ഉയർന്നു വന്ന ജനാധിപത്യവാദികളെയെല്ലാം അടിച്ചമർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര കലാപം വിട്ടൊഴിഞ്ഞ നേരമില്ല മ്യാൻമറിൽ. ലോകത്ത് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന രാജ്യം മ്യാൻമറാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. 1948 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ നാൾ മുതൽ തുടങ്ങിയതാണ് വിട്ടൊഴിയാത്ത ആഭ്യന്തര കലാപങ്ങൾ. നിരവധി വംശീയ ഗ്രൂപ്പുകൾ ഉയർന്നു വന്നപ്പോൾ നഷ്ടപ്പെട്ടത് മ്യാൻമറിന്റെ സമാധാനമാണ്. 2021 മുതൽ തന്മതോ എന്നറിയപ്പെടുന്ന മ്യാൻമർ സൈന്യവും അതിന്റെ തലവനും നേതൃത്വം നൽകുന്ന ജുണ്ട ഭരണത്തിനെതിരെ വിവിധ സായുധ സംഘങ്ങളാണ് പോരാട്ടം നടത്തിവരുന്നത്. 2.5 വർഷത്തിലധികമായി നീണ്ടുനിൽക്കുന്ന ഇപ്പോഴത്തെ ആഭ്യന്തര സംഘർഷത്തിൽ രാജ്യത്തിന്റെ 50% ഭാഗം സായുധ സംഘങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ ഭരണം നടത്തുന്നു എന്നാണ് റിപ്പോർട്ട്. ബ്രദർഹുഡ് സഖ്യം എന്നറിയപ്പെടുന്ന മ്യാൻമർ നാഷണൽ ഡെമോക്രാറ്റിക് ആർമിയും ടാങ് നാഷണൽ ലിബറേഷൻ ആർമിയും അരാക്കൻ ആർമിയുമാണ് പോരാട്ടത്തിന്റെ മുൻനിരയിലുള്ളത്. ഇവരിൽ അരാക്കൻ ആർമിയുടെ മുന്നേറ്റമാണ് ഏറെ ശ്രദ്ധേയം. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെയും ഇന്ത്യയുമായുള്ള അസ്വസ്ഥതകളുടെയും ഇടയിലാണ് അരാക്കൻ സൈന്യത്തിന്റെ മുന്നേറ്റവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ചർച്ചയാകുന്നത്. മ്യാൻമറിലെ രാഖൈൻ പ്രവിശ്യയിൽ അധിവസിക്കുന്ന രാഖൈൻ വംശജർക്ക് കൂടുതൽ സ്വയംഭരണം എന്ന ആവശ്യം മുൻനിർത്തി പോരാടുന്ന സായുധ സംഘടനയാണ് അരാക്കൻ ആർമി. 230 വർഷത്തിലേറെ കാലം അരാക്കൻ എത്നിക് വിഭാഗത്തിന്റെ പ്രത്യേക രാജ്യമായിരുന്നു അർക്കാൻ. ബ്രിട്ടീഷുകാർ നിർബന്ധപൂർവം അരാക്കൻ രാജ്യത്തെ മ്യാൻമറിനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഈ രാജ്യമാണ് പിന്നീട് രാഖൈൻ പ്രവിശ്യയായി മാറിയത്. സ്വന്തം സംസ്കൃതിയും സ്വത്വവും വീണ്ടെടുക്കുന്നതിനോടൊപ്പം മ്യാൻമറിലെ പട്ടാള ഭരണത്തിൽ നിന്നുള്ള മോചനവും ലക്ഷ്യമാക്കിയാണ് അരാക്കൻ ആർമി 2009 രൂപം കൊണ്ടത്. ബംഗ്ലാദേശും മ്യാൻമറും അതിർത്തി പങ്കിടുന്നത് 270 കിലോമീറ്റർ പ്രദേശമാണ്. ഈ അതിർത്തി ഉൾപ്പെടുന്ന സംസ്ഥാനത്തിന്റെ നിയന്ത്രണമാണ് അരാക്കൻ ആർമി കൈവശപ്പെടുത്തിയത്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ മ്യാൻമർ സൈന്യം അരാക്കൻ ആർമിക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. രാഖൈനിലെ സൈന്യത്തിന്റെ ആസ്ഥാനം ഇപ്പോൾ അരാക്കൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ്. ബുദ്ധമത വിശ്വാസികളാണ് സംഘടനയിലുള്ളത്. യുണൈറ്റഡ് ലീഗ് ഓഫ് അരാക്കൻ അഥവാ ULA-യുടെ സായുധ സൈനിക വിഭാഗമാണ് അരാക്കൻ ആർമി. അച്ചടക്കവും ഉത്സാഹികളുമാണ് അവർ. മ്യാൻമർ പട്ടാളത്തിന്റെ വ്യോമാക്രമണങ്ങളെയും ശക്തമായ പീരങ്കി ആക്രമണത്തെയും അതിജീവിച്ചാണ് അരാക്കനീസ് ഭടന്മാർ മൌഡ്ഗോ പിടിച്ചെടുത്തതെന്നാണ് BBC ലേഖകൻ ജൊനാഥൻ ഹെഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗറില്ല മോഡൽ ഉൾപ്പെടെയുള്ള ആയുധ പരിശീലനം ലഭിച്ച 40,000-ഓളം അംഗങ്ങൾ സംഘത്തിനുണ്ട്. മ്യാൻമർ ചൈന അതിർത്തിയിലെ മറ്റ് വിമത സേനകളിൽ നിന്നും അരാക്കൻ ആർമിക്ക് പരിശീലനം ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. ഡ്രോണുകളും ആർട്ടിലറിയും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ ലഭിക്കുന്ന സ്രോതസ്സും ഇതുവഴിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഖൈൻ പ്രവിശ്യയിലെ ദാരിദ്ര്യവും ഒറ്റപ്പെടലും കേന്ദ്രത്തിന്റെ അവഗണനയും കാരണം ഉയർന്ന പ്രതിഷേധം അരാക്കൻ ആർമി അവരുടെ വളർച്ചയ്ക്കു വേണ്ടി ഉപയോഗിച്ചു. രാഖൈൻ നിവാസികൾ തങ്ങളുടെ രക്ഷകരായി കണ്ട് എല്ലാവിധ പിന്തുണയും അരാക്കൻ ആർമിയിലെ ചെറുപ്പക്കാർക്ക് നൽകി വരുന്നു. രാഖൈനെ സ്വയംഭരണ പ്രദേശമാക്കുക എന്ന ലക്ഷ്യത്തോടെ മ്യാൻമറിലെ പട്ടാള ഭരണത്തോട് പോരാടിയ അരാക്കൻ ആർമി ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് സ്വതന്ത്ര രാഷ്ട്രമാണ്. മ്യാൻമർ സൈന്യത്തിനു നേരെ നേടിയ വൻ വിജയം അരാക്കൻ ആർമിയെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന ആശങ്കയുമുണ്ട്. ചിറ്റങ്കോങ്ങിൽ മതപീഡനം നടക്കുന്ന ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ക്രിസ്ത്യാനികളെയും രക്ഷിക്കാൻ അവർ ശ്രമിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ കാവൽ ഭരണത്തിന് തിരിച്ചടിയാകും. അതിർത്തി കടന്നെത്തുന്ന അരാക്കൻ സ്വയം ഭരണത്തെ തടയുക എന്നതും ബംഗ്ലാദേശിന്റെ മുന്നിലെ പ്രതിസന്ധിയായിരിക്കും. രാഖൈനിൽ നേരത്തെ 15 ലക്ഷത്തോളം രോഹിംഗ്യൻ വംശജരുണ്ടായിരുന്നു.
മ്യാൻമർ സൈന്യത്തിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ തുടങ്ങിയതോടെയാണ് അവർക്കെതിരെ സൈനിക നീക്കം ആരംഭിച്ചത്. മ്യാൻമർ സൈന്യത്തിന്റെ കൂട്ടക്കൊലകളും ആക്രമണങ്ങളും ശക്തമായപ്പോൾ 6 ലക്ഷത്തോളം രോഹിംഗ്യകൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു. ഇനിയും 7 ലക്ഷത്തോളം രോഹിംഗ്യകൾ രാഖൈൻ പ്രവിശ്യയിലുണ്ടെന്ന് കണക്കാക്കുന്നു. അവരെയും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്നായിരുന്നു അരാക്കൻ ആർമി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ മ്യാൻമർ സൈന്യവും അരാക്കൻ ആർമിയും പോരാട്ടം തുടങ്ങിയ നാളുകളിൽ ബദ്ധശത്രുക്കളായിരുന്നിട്ടുകൂടി സൈന്യത്തെ രോഹിംഗ്യകൾ സഹായിച്ചു എന്നാണ് അരാക്കൻ ആർമിയുടെ ആരോപണം. ഇതിനെ തുടർന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ചിലയിടത്തു നിന്നും രോഹിംഗ്യകളെ അവർ പുറത്താക്കി. മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ജിഹാദി സായുധ സംഘങ്ങൾക്ക് രോഹിംഗ്യകൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായും അരാക്കൻ ആർമി ആരോപിക്കുന്നു. മഗ്ഡോ പ്രവിശ്യയിലും മറ്റുമുള്ള അമുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുസ്ലിം സമുദായക്കാരെ ഇളക്കിവിടുന്നതും രോഹിംഗ്യകളാണെന്ന് അരാക്കൻ ആർമി കുറ്റപ്പെടുത്തുന്നു. അതിർത്തിയിലെ രോഹിംഗ്യൻ സംഘടനകൾ കൊലപാതകങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലിനും നേതൃത്വം നൽകുന്നുവെന്നും അതിന് ജമാഅത്തെ ഇസ്ലാമിയും അൽ ഖയ്ദ പോലുള്ള സംഘടനകളിൽ നിന്നും രോഹിംഗ്യൻ വംശജർക്കും സഹായങ്ങൾ കിട്ടുന്നതായും എ സംശയിക്കുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ബംഗ്ലാദേശ് ആണെന്നാണ് അരാക്കൻ ആർമിയുടെ ആരോപണം. അവശേഷിക്കുന്ന രോഹിംഗ്യകൾക്കും രാഖൈന വിട്ടുപോകേണ്ടി വരുമോ എന്ന ആശങ്കയും ശക്തമാണ്. മ്യാൻമറിലെ ആഭ്യന്തര പ്രശ്നം എന്നും മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ അരാക്കൻ ആർമിയുടെ മുന്നേറ്റം എങ്ങനെ അനുകൂലമാക്കാമെന്നാണ് ചൈന ലക്ഷ്യം വെക്കുന്നത്. മ്യാൻമറിലെ അരാക്കൻ, കാരൻ, ഷാൻ തുടങ്ങിയ സായുധ സംഘടനകൾക്ക് ചൈന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് മ്യാൻമറിലെ നിക്ഷേപം നടത്തിയിട്ടുള്ള ചൈനയ്ക്ക് രാഖൈൻ പ്രദേശത്തെ തുറമുഖങ്ങളിലും താൽപര്യമുണ്ട്. ഈ പ്രദേശത്തോട് അടുത്താണ് ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ള സെന്റ് മാർട്ടിൻ ദ്വീപ്. തന്ത്രപ്രധാനമായ ഈ ദ്വീപിൽ അമേരിക്കയ്ക്ക് പ്രത്യേക താൽപര്യമുണ്ട്. ഇവിടെ നാവികതാവളം സ്ഥാപിച്ച് ചൈനയെയും ബംഗാൾ ഉൾക്കടലിലെ ചലനങ്ങളും നിരീക്ഷിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. യുഎസിന്റെ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന ചൈന ബംഗ്ലാദേശിനെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ കലങ്ങിമറിഞ്ഞ മ്യാൻമറിലെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെട്ട് സമാധാന ശ്രമത്തിന് മുൻകൈയെടുക്കുന്നതിന് പകരമായി അവിടെ മുൻതൂക്കം സ്ഥാപിക്കാനാണ് ചൈനയുടെ നീക്കം. മ്യാൻമറിൽ ചൈനയ്ക്ക് മുൻതൂക്കം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ അരാക്കൻ ആർമിക്ക് ആയുധ പരിശീലനവും പണവും നൽകുന്നതിനോടൊപ്പം രഹസ്യ വിവരങ്ങളും നൽകുന്നതായുള്ള കിംവദന്തികളും പറഞ്ഞു പരത്തുന്നുണ്ട്. മിസോറാമിൽ നിന്നുള്ള രാജ്യസഭാ MP അരാക്കൻ മേധാവികളെ കണ്ടതാണ് ഈ വ്യാഖ്യാനത്തിന് പിന്നിൽ. എന്നാൽ ഈ ആരോപണങ്ങളെ ഒരു തരത്തിലും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. മാനുഷിക പരിഗണനയിൽ ചില ഭക്ഷ്യസാധനങ്ങൾ അരാക്കൻ പ്രദേശത്ത് ഇന്ത്യ നൽകിയിട്ടുണ്ട്. കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്ന തുറമുഖം രാഖൈനിൽ പണിയുന്ന ഇന്ത്യ ഈ പ്രദേശത്തിന്റെ ക്ഷേമത്തിനാണ് പ്രാധാന്യം നൽകി പോരുന്നത്. മാത്രവുമല്ല, മ്യാൻമറിലെ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയും പങ്കാളിയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അശാന്തിക്ക് തിരികൊടുക്കുന്നത് മ്യാൻമർ അതിർത്തിക്ക് തൊട്ടടുത്ത് നിന്നുമാണെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ഏറെ ശ്രദ്ധയോടെയായിരിക്കും ഇന്ത്യയുടെ നീക്കം. എന്തായാലും രാഖൈൻ പ്രദേശവും അവിടത്തെ അരാക്കൻ ആർമിയുടെ മുന്നേറ്റവും ലോകം ശ്രദ്ധിക്കുന്ന അന്താരാഷ്ട്ര കളിയുടെ കേന്ദ്രമായി മാറുമെന്ന് ഉറപ്പാണ്.